വെൽക്കം ബാക്ക് ട്രാവൽ ഗുരു സിനിമാസ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് പറയാൻ പോകുന്നത് തിയേറ്ററിൽ ഇപ്പോൾ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പെയ്ഡ് പ്രൊമോഷനോടുകൂടി സോഷ്യൽ മീഡിയയിലേക്ക് വൻ ഗുമ്മും കാട്ടുതീയും സൃഷ്ടിക്കുന്ന ഉണ്ണി മുതലിന്റെ ഏറ്റവും പുതിയ സിനിമയായ മാർക്കോ എന്ന ചിത്രത്തെ കുറിച്ചാണ്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് സ്റ്റില്ല് ഇറങ്ങിയ അന്ന് മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും ഈ ഒരു സിനിമയുടെ പേര് മാത്രമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മലയാള സിനിമ ഇറങ്ങിയതിൽ മുമ്പും ഒരുപാട് മോഹൻലാൽ സിനിമകളും അതുപോലെ തന്നെ ഒരുപാട് മമ്മൂട്ടി സിനിമകളും ഇതുപോലെ തന്നെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തുകൊണ്ട് തരംഗം സൃഷ്ടിച്ചൊരു സമയം നമ്മുടെ മലയാള സിനിമാ ലോകത്തുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് ഇത്രമാത്രം ചർച്ച ചെയ്യുന്നത്? കാരണം ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ അത്രയ്ക്ക് മാത്രം പെയ്ഡ് പ്രൊമോഷൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഈ ഒരു സിനിമയുടെ ഓരോ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കാണുമ്പോൾ സാധാരണ ഓരോ സിനിമാ പ്രേക്ഷകരും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ തികച്ചും ആവറേജ് ആയ ഒരു മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ആക്ഷൻ ഡ്രാമാറ്റിക് സിനിമ എന്ന് തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് വിശേഷിപ്പിക്കാവുന്നതാണ്. അത്രയ്ക്ക് മോശവുമല്ല, അത്രയ്ക്ക് കേവവുമല്ല. ഓൺലൈൻ റേറ്റിങ്ങുകളും പല പെയ്ഡ് പ്രൊമോഷനുകളും പല റിവ്യൂസുകളായിരിക്കും പറയുന്നത്. കാരണം ഈ ഒരു സിനിമ കണ്ട എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യമാണ്, തികച്ചും നല്ലൊരു വയലൻസ് നിറഞ്ഞ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആക്ഷനുകൾ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ നമുക്ക് സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ കാണുമ്പോൾ ഈ ഒരു സിനിമയുടെ വില്ലന്റെ നെഗറ്റീവ് ഷെയ്ഡ് ഏറ്റവും ഗംഭീരമായിട്ടുണ്ട്. ഈ ഒരു സിനിമ കണ്ട എനിക്ക് നെഗറ്റീവ് എന്ന് തോന്നിയാൽ ഒരേ ഒരു കാര്യം മാത്രമാണ്, ഉണ്ണി മുകുന്ദൻ എന്ന നായകന്റെ ഡയലോഗ് ഡെലിവറികൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു മിസ്സായതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയൊക്കെ പഞ്ച് വിറപ്പിക്കുന്ന ഡയലോഗുകൾ കണ്ട ഓരോ മലയാള പ്രേക്ഷകനും എന്തോ മിസ്സായതുപോലെ ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഒരു ഗുമ്മില്ല, അത്ര തന്നെ. ഈ ഒരു സിനിമ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി ഒരു പ്രാവശ്യം വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം പരിഗണിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.